നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു. നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് 1200 ഇടവം 18 മുതൽ 24 തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള, അതായത് 2025 ജൂൺ 1 മുതൽ 7 തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം, ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ്. വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു, രാഹു കുംഭത്തിലേക്ക് വന്നു. ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ്. അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു. അവിടെ ചൊവ്വയ്ക്ക്, നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു ദിഗ്രഹ യോഗമാണ്. അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു. പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകം രാശി. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനും ചൊവ്വയും നിൽക്കുന്നു. 2ാം ഭാവത്തിൽ കേതു, അഷ്ടമത്തിൽ രാഹു, 9ാം ഭാവത്തിൽ ശനി, 10ാം ഭാവത്തിൽ ശുക്രൻ, 11ൽ സൂര്യൻ, ബുധൻ, 12ാം ഭാവത്തിൽ വ്യാഴം. കർക്കിടക രാശിക്കാർ ഈ വാരത്ത് നിർബന്ധമായും ചെയ്യേണ്ടത് തങ്ങളുടെ ധർമ്മദൈവ സങ്കേതത്തിൽ അവിടെ ധർമ്മദൈവങ്ങളുടെ പ്രീതി നേടണം. കാരണം 9ാം ഭാവാധിപൻ 12-നാണ്. പൂർവോപാസിത ദേവകോപം അശുഭം. പൂർവ്വർ ഉപാസിച്ച് വന്നിരുന്ന ദേവചൈതന്യത്തിൻ്റെ അശുഭങ്ങൾ താൻ നേരിടേണ്ടി വരും. ദൗഷ്കൃത്യം സ്വ ഗുരോഹോ പിതുശ്ച നിധനം. തൻ്റെ പിതാവിൻ്റെ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ദൗഷ്കൃത്യങ്ങൾ. അതിനാൽ പിതാവ്, തൻ്റെ പാരമ്പര്യം, തൻ്റെ ഗുരുജനങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ എന്ത് ചെയ്യണം? അവരുമായി പ്ലീസ് മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻ വിത്ത് ദം. നല്ലൊരു ബന്ധം തൻ്റെ ഗുരുനാഥന്മാരുമായും തൻ്റെ പിതാവ് അല്ലെങ്കിൽ പിതാവിൻ്റെ സഹോദരങ്ങൾ ഇവരെയൊക്കെ സ്നേഹിച്ചിട്ട് ബഹുമാനിക്കാൻ പഠിക്കണം. അനാവശ്യമായ വാക്തർക്കങ്ങളൊന്നും മേൽപ്പറഞ്ഞ നമ്മുടെ ഗുരുജനങ്ങളുമായി ഉണ്ടാകാതെ നോക്കുക. ധർമ്മദൈവ സങ്കേതത്തിൽ നിർബന്ധമായും വഴിപാടുകൾ ചെയ്യുന്നു. ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം വേണം. ധർമ്മദൈവം പ്രസാദിച്ച കുളിർപ്പൂ തറവാടുകൾ. തൻ്റെ ധർമ്മദൈവത്തിൻ്റെ അനുഗ്രഹം തനിക്ക് ലഭിക്കുമ്പോൾ അത് തറവാട് വളരെ ഗുണകരമാവും. എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞത് ചെയ്യണമെന്നാണ്. പൂർവികർ എങ്ങനെ ധർമ്മദൈവങ്ങളെ സന്തോഷിപ്പിച്ചു അത് താനും ഫോളോ ചെയ്യണം, പിന്തുടരണം. അതിലൂടെ തനിക്ക് കിട്ടുന്ന പുണ്യം അത് വാക്കുകൾക്ക് അതീതമാണ്. ആ പുണ്യം തൻ്റെ സന്താന പരമ്പരകൾക്കൊക്കെ ലഭിക്കുന്നതാണ്. അതിനാൽ ധർമ്മദൈവ വിഷയങ്ങൾ നന്നായി മുന്നോട്ട് പോവുക. ഈ രാശിക്ക് ഇന്നൊരു ലക്ഷ്മി യോഗമുണ്ട്. ചന്ദ്രനും ചൊവ്വയും കൂടി ലഗ്നത്തിൽ നിൽക്കുന്നു. കർക്കിടക രാശിയുടെ അധിപനായ ചന്ദ്രൻ വെളുത്തപക്ഷത്തിലാണ്. ആ ചന്ദ്രനാണ് ചൊവ്വയോടുകൂടി ലക്ഷ്മി യോഗം ചെയ്ത് നിൽക്കുന്നത്. ആ ചന്ദ്രൻ ഒരു യോഗകാരകനാണ്. ചന്ദ്രൻ്റെ 12ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. പ്രഭുരഗത ശരീര ശീലവാൻ ഖ്യാതകീർത്തി. നല്ല കീർത്തിയും പ്രശസ്തിയും ലഭിക്കും ഈ ഒരു വാരക്കാലം കർക്കിടക രാശിക്കാർക്ക്. കാരണം ഇവിടെ ഒരു അനഭായോഗമാണ്. ചന്ദ്രൻ്റെ 12ൽ വ്യാഴമാണ്. അതിനുമപ്പുറം 11ൽ സൂര്യനാണ്. ഈ സൂര്യൻ തനിക്ക് ഒരു കീർത്തി ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഭാവന വിഷയം, എഴുത്തുകാർ. ഇതുവരെ കർക്കിടക രാശിക്കാർക്ക് ബുദ്ധിമതിയായ ചൊവ്വ നീചസ്ഥനായിരുന്നു. പക്ഷേ ചന്ദ്രനോടുകൂടി ചൊവ്വ നിൽക്കുമ്പോൾ ശശിമംഗള സംയോഗം വന്നു, ലക്ഷ്മി യോഗം വന്നു. അതിനാൽ ദൈക്ഷണികത ഉപയോഗിക്കുന്ന വ്യക്തികൾക്കൊക്കെ തന്നെ നല്ല മാറ്റങ്ങൾ, അനുകൂലമായ സമയങ്ങൾ, അംഗീകാരങ്ങൾ, പുരസ്കാരങ്ങൾ, ട്രോഫികൾ, ഗവൺമെൻറ്റിൻ്റെ ആനുകൂല്യങ്ങൾ, സാമ്പത്തികമായി ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഫണ്ടിലൊക്കെ പോകുന്ന വ്യക്തികൾക്ക് നല്ല ഒരു കാശ് ലഭിക്കുന്ന വാരമാണ്. അതിനുവേണ്ടി ഉത്സാഹിക്കണം. സൂര്യനും ബുധനും കൂടി നിപുണയോഗം ചെയ്ത് 11ൽ നിൽക്കുന്നു. രവസംഭവസം ച ലാഭോപയാതെ നൃപദ്വാരതോ രാജമുദ്രാധികാരാൽ. രാജാവിൻ്റെ മുദ്ര, ചിഹ്നം, അംഗീകാരം ലഭിക്കും. പല കാര്യങ്ങൾക്കും സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളും, യെസ് യുവർ ലോൺ ഈസ് അപ്രൂവ്ഡ്, ഈ രീതിയിലുള്ള നല്ല വാർത്തകൾ കേൾക്കും
കർക്കിടകം രാശിക്കാർ. 12-ലെ വ്യാഴം ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് കൊണ്ടാണ് നാം പറഞ്ഞത് അവിടെ ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം നിങ്ങൾ വാങ്ങണം. വിഷ്ണു ക്ഷേത്രത്തിൽ പോവുക, വ്യാഴാഴ്ച തുളസിമാല പാൽപ്പായസം വിഷ്ണുവിന് വഴിപാടായി ചെയ്യുക. അഷ്ടമത്തിലെ രാഹു പല വിഷയങ്ങളിലും സ്വന്തം ആളുകളിൽ നിന്നും തിക്താനുഭവം ഉണ്ടാകാം. ജനൈഹി പണ്ഡിതൈഹി വന്ദിത നിന്ദിത സ്വൈഹി. ജനങ്ങളും പണ്ഡിതന്മാരും തന്നെ അംഗീകരിക്കും, പക്ഷേ സ്വന്തം ആളുകൾ തന്നെ നിന്ദിക്കുമെന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടാതെ നോക്കണം. പൂർവികമായ സ്വത്തിൻ്റെ പേരിൽ ബുദ്ധിമുട്ടുകൾ വരും. കാരണം അഷ്ടമത്തിൽ രാഹുവാണ്, 12-ൽ വ്യാഴമാണ്. സ്വത്ത് വിൽക്കാം, പക്ഷേ ചതിക്കപ്പെടരുത്. ഈ സമയത്ത് സാമ്പത്തിക വിഷയത്തിലായാലും ഭൂമി വിഷയത്തിലായാലും ചതിക്കപ്പെടുന്നൊരവസ്ഥ സംജാതമാകുന്നതാണ്. ഭൂമി വിൽപ്പനയ്ക്ക് വളരെ അനുകൂലമായ സമയമാണ്. മറ്റൊരു വാടക വീട്ടിലേക്കോ സ്വന്തം ഹൗസ് വാമിംഗ് നടത്തുവാനോ ഈ വാരം നല്ല മുഹൂർത്തം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണണം. കാരണം ഇടവൻ രാശി സ്ഥിരരാശിയാണ്. ഭൂമി വാങ്ങാനോ വീടിൻ്റെ സ്ഥാപത്യ കർമ്മങ്ങൾ നിർവഹിക്കാനോ അതിനുമപ്പുറം ക്രയവിക്രയങ്ങൾ, ഭൂമിപരമായ വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കും ഈ ഒരു വാരം വളരെയധികം കർക്കിടക രാശിക്കാരെ സഹായിക്കുന്നതാണ്. ഇവിടെ നിർബന്ധമായും അഷ്ടമ രാഹു ആയതുകൊണ്ട് സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ സർപ്പബലി വഴിപാടായി ചെയ്യുക. വ്യാഴത്തിൻ്റെ ദോഷത്തിന് പരിഹാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, രോഗാവസ്ഥയോട് മല്ലിട്ട് വളരെ പ്രായമായി കിടക്കുന്ന വ്യക്തികൾക്കൊക്കെ സ്വർഗത്തിലേക്ക് പോകുവാനുള്ള സമയമാണ്, മോക്ഷം ലഭിക്കുവാനുള്ള സമയമാണ്. 12 ഭാവങ്ങളിലും ധർമ്മ അർത്ഥ കാമ മോക്ഷം. 9-ാം ഭാവം ധർമ്മമാണ്, 10-ാം ഭാവം ധനമാണ്, 11-ാം ഭാവം കാമം ആഗ്രഹിച്ച് നേടുന്ന ഭാവമാണ്, 12-ാം ഭാവം മോക്ഷമാണ്. അതിനാൽ ഭാഗ്യാധിപനായ വ്യാഴം 12-ൽ നിൽക്കുമ്പോൾ പലപ്പോഴും പ്രായമുള്ളവർക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ ഏറ്റവും നല്ല ഒരു വാരമാണിത്. അങ്ങനെ പോകുന്ന വ്യക്തികൾ ഞാൻ പറയും അവർ മഹാഭാഗ്യവാന്മാരാണെന്ന്. എല്ലാ പ്രിയപ്പെട്ട കർക്കിടക രാശിക്കാർക്കും ശോഭനമായ ഒരാഴ്ച കാലത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.